അടുക്കളയുടെ ഭാഗത്തുള്ള വാതിലിൽ നിന്ന് നടന്നു വരുന്ന ഇൻസ്പെക്ടറെ ഞാൻ ഹാളിൽ വെച്ച് കണ്ടുമുട്ടി. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ആശ്വാസമാവുന്നു. ഇപ്പോൾ അവളുടെ അമ്മയടുത്തുണ്ട്. അതേതായാലും നന്നായി. ഞാൻ ഇവിടുത്തെ വേലക്കാരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം വീടിന് പിന്നിലായി ആരും എത്തിയിട്ടില്ലെന്ന് അവരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച ആ അപരിചിതനുണ്ടല്ലോ, അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എന്തെങ്കിലും ഒരു തുമ്പ് ഞങ്ങൾക്ക് തരാൻ ഡോക്ടർക്കാവില്ലേ? എനിക്ക് കൂടുതലൊന്നും ഇക്കാര്യത്തിൽ പറയാനാവുമെന്ന് തോന്നുന്നില്ല. നല്ല ഇരുട്ടുണ്ടായിരുന്നു. അയാൾ കോട്ടിന്റെ കോളർ മുകളിലേക്ക് ഉയർത്തി വെച്ചിരുന്നതിനാലും തൊപ്പി മുഖം മറയത്തക്കവണ്ണം താഴ്ത്തി വെച്ചിരുന്നതിനാലും അയാളെ വ്യക്തമായും ഓർക്കാനാകുന്നില്ല. അവൻ മുഖം മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത്. അതിനർത്ഥം അവൻ നിങ്ങൾക്ക് പരിചിതനായ ഒരാളാകാൻ ഒരിക്കലും സാധ്യതയില്ല, അല്ലേ? ഇൻസ്പെക്ടറുടെ നിഗമനം ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു. എന്നാൽ അയാളുടെ ശബ്ദം അത് എവിടെയോ കേട്ട് മറന്നതുപോലെയെന്ന് ഞാൻ സംശയം പ്രകടിപ്പിച്ചു. ഒരുതരം പരുക്കൻ ശബ്ദത്തിന്റെ ഉടമ, അല്ലേ? സംസ്കാരമില്ലാത്ത ഒരാളെ പോലെ. അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ അയാൾ മുഖം മറയ്ക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ മനസ്സിലാകാതിരിക്കാൻ ശബ്ദവും കൃത്രിമവുമായി ഉണ്ടാക്കിയതായിരിക്കണം. ഡോക്ടർ, എന്റെ കൂടെ സ്റ്റഡി റൂമിലേക്കൊന്ന് വരാമോ? എനിക്ക് ചില കാര്യങ്ങൾ ഡോക്ടറിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. ഇൻസ്പെക്ടർ സ്റ്റഡി റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. ഞാനും പിന്നാലെ ചെന്നു. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാതിലടച്ച് കുറ്റിയിട്ടു. ഇൻസ്പെക്ടറുടെ പേര് ഡേവിസ് എന്നായിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ആരും കേൾക്കാനിടയാകണ്ട, അതുകൊണ്ടാണ് ഞാൻ വാതിലടച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറും കേട്ടുകാണുമല്ലോ. ഭീഷണിയോ? അങ്ങനെ ഒരു കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഞാൻ അമ്പരപ്പോടെ ഇൻസ്പെക്ടറെ നോക്കി. അത് പാർക്കറുടെ കെട്ടുകഥ മാത്രമാണോ, അതോ ഇക്കഥയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം ചോദിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. പാർക്കർ അങ്ങനെയൊരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സംഭാഷണം തീർച്ചയായും താക്കോൽപ്പഴുതിലൂടെ അവൻ കേട്ടിട്ടുണ്ടാവണം. ഞാൻ വളരെ പതുക്കിയാണ് ഇത്രയും പറഞ്ഞത്. ഡേവിസ് ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം പാർക്കർ എന്തെല്ലാമാണ് ചെയ്തതെന്ന് ഞാൻ തിരിച്ചും മറിച്ചും അയാളോട് ചോദിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ്റെ രീതികളോട് തീരെ പൊരുത്തപ്പെടാനായില്ല. അവൻ എന്തെല്ലാമോ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോഴെല്ലാം അവൻ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഇൻസ്പെക്ടറുടെ സംസാരം എനിക്കൊരു അവസരം തുറന്നു തന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ പാർക്കറെ കുറിച്ച് പറഞ്ഞത് നന്നായി. എൻ്റെ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറയാൻ ഞാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ക്ഷമയോടെ എല്ലാം കേട്ടിരുന്നു. ഇടയ്ക്ക് സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിവരണം കേട്ടുകഴിഞ്ഞപ്പോൾ ഡേവിസ് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ള സംഭവ കഥകളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒന്നായിരിക്കുന്നു ഇത്. അപ്പോൾ ആ കത്ത് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലേ? ആ കത്ത് കണ്ടെത്തിയാലേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും പ്രതിയെയും നമുക്ക് കണ്ടെത്താനാവൂ. എനിക്കും പറയാനുള്ളത് അതുതന്നെയാണ്. അക്രോയിഡ് താങ്കളോട് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധമുള്ള ആള് തന്നെയാണ് അയാളെന്നല്ലേ? കുടുംബം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പാർക്കറെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അയാളാണ് ഈ കൃത്യം ചെയ്തതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ അക്രോയിഡുമായി സംസാരിക്കുന്നത് അവൻ ഒളിഞ്ഞു നിന്ന് കേട്ടിരിക്കുന്നു. രണ്ടാമതായി, ഫ്ലോറ അവനെ സ്റ്റഡി റൂമിനടുത്ത് വെച്ച് കണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്ലോറ അവിടെ നിന്നും പോയതിനു ശേഷം അവൻ അകത്ത് കടന്ന് അക്രോയിഡിനെ കുത്തിയിട്ട് വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയ ശേഷം ജനാല വഴി പുറത്തേക്ക് ചാടി. എന്നിട്ട് നേരത്തെ തുറന്നിട്ടിരുന്ന ഒരു വാതിലിലൂടെ ഹാളിൽ കടന്നു. അങ്ങനെയും സംഭവിക്കാമല്ലോ. എന്നാൽ ഒരു കാര്യം മാത്രം ഇപ്പോഴും സംശയപരമായി നിലനിൽക്കുന്നു. അതായത്, ഞാൻ അവിടെ നിന്നും പോകുന്നതിന് ശേഷം അക്രോയിഡ് ആ കത്ത് വായിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അതിനെക്കുറിച്ച് ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്രതീക്ഷിതമായി പാർക്കർ ആ മുറിയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശല്യപ്പെടുത്തിയതിന് അക്രോയിഡ് ഒച്ചയും ബഹളവും ഉണ്ടാക്കാതിരിക്കില്ല. കാരണം അക്രോയിഡ് ഒരു മുൻകോപിയാണ്. ഒരുപക്ഷെ അയാൾക്ക് ആ കത്ത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇൻസ്പെക്ടർ തുടർന്ന് പറഞ്ഞു. 9:30 മണി സമയത്ത് അക്രോയിഡിനൊപ്പം ആ മുറിയിൽ ആരോ ഒരാൾ ഉണ്ടായിരുന്നിരിക്കണം. അയാൾ ആ മുറിയിലേക്ക് എത്തിയതാകട്ടെ ഡോക്ടർ പോയതിനു ശേഷമായിരിക്കണം. അങ്ങനെയെങ്കിൽ അയാളും പോയതിനു ശേഷമായിരിക്കണം ഫ്ലോറ ആ മുറിയിലേക്ക് ഗുഡ് നൈറ്റ് പറയാൻ അയച്ചെന്നത്. എങ്കിൽ 10 മണിക്ക് മുൻപായി അക്രോയിഡ് ആ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫോൺ വിളിച്ചത്? ഞാൻ വീണ്ടും സംശയം പ്രകടിപ്പിച്ചു. അത് പാർക്കർ തന്നെ ആകാനാണ് സാധ്യത. വാതിൽ പൂട്ടി ജനാലകൾ തുറന്നിട്ടതിന് ശേഷം അവൻ പരിഭ്രാന്തനായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം തനിക്കൊന്നും അറിയത്തില്ല എന്ന മട്ടിൽ ഫോൺ വിളിച്ചത്. അങ്ങനെയും സംഭവിക്കാം, ഞാൻ പറഞ്ഞു. ടെലിഫോൺ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാൻ പ്രയാസമില്ല. എക്സ്ചേഞ്ചിൽ നിന്നും അറിയാനാകും. ഫോൺ വിളിച്ചത് ഇവിടെ നിന്ന് തന്നെയാണെങ്കിൽ അത് പാർക്കർ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. കാര്യങ്ങളെ എങ്ങനെ വിശകലനം ചെയ്താലും പ്രതി പാർക്കർ തന്നെയെന്ന് പറയാനാവും. ഇപ്പോൾ ഇക്കാര്യം പരസ്യമാക്കേണ്ട. അവനെതിരെയുള്ള തെളിവുകളെല്ലാം ആദ്യം ശേഖരിക്കട്ടെ. അതുവരെ അവൻ രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ രാത്രിയിൽ കണ്ട അപരിചിതൻ, അയാളെ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അയാൾക്കും ഇതുമായി എന്തെങ്കിലും ബന്ധമില്ലാതിരിക്കില്ല. ഡേവിസ് എഴുന്നേറ്റ് നീളൻ കൈകളുള്ള ചാരുകസേരയുടെ അടുത്തേക്ക് നടന്നു.
ഈ കടാരയും തെളിവിന്റെ കാര്യത്തിൽ നിർണായകമാണ്. അക്രോയിഡിനെ കുത്തിയ കടാരയിലേക്ക് നോക്കിയാണ് അയാൾ അപ്രകാരം പറഞ്ഞത്. ഈ കത്തി കണ്ടിട്ട് ഇതൊരു ക്യുറോ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ കുനിഞ്ഞു നിന്ന് കടാരയുടെ കൈപ്പിടി സസൂക്ഷ്മം നിരീക്ഷിച്ചു. തുടർന്ന് കൈപ്പിടിയുടെ ഏറ്റവും അഗ്രഭാഗത്ത് പിടിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നും കടാര വലിച്ചൂരി. കടാരപ്പിടിയിൽ കൈവിരലുകൾ പതിയാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് നെരിപ്പോടിനെടുത്തിരുന്ന ഒരു കളിമൺ പാത്രത്തിലേക്ക് കടാര ഇട്ടുവെച്ചു. ഇത്തരം കത്തികൾ വളരെ അപൂർവമായിട്ടേ കാണാനാവൂ. വിദഗ്ധനായ ഒരു കൊല്ലന് മാത്രമേ ഇത്തരം കത്തികൾ ഉണ്ടാക്കാനാവൂ. ഞാൻ ആ കത്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. വളരെ മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വീതിയും നീളവും കുറഞ്ഞതും നല്ല തിളക്കമുള്ളതുമായിരുന്നു ആ കത്തി. അതിന്റെ പിടിയാകട്ടെ ചിത്രപ്പണികൾ കൊണ്ട് ആകർഷകമാക്കിയിരുന്നു. ഇൻസ്പെക്ടർ തന്റെ കൈവിരൽ ആ കത്തിയുടെ വായ്ത്തലയിലൂടെ തടവി അതിന്റെ മൂർച്ച പരിശോധിച്ചു. ഹോ, എന്തൊരു മൂർച്ചയാണിതിന്! ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ അനായാസം ഈ കത്തി കുത്തിയിറക്കാനാവും. വെണ്ണ മുറിക്കുന്നത് പോലെ എന്തും മുറിക്കാൻ കഴിയും. ഹോ, ഭീകരരൂപിയായ ഒരു കൗതുക വസ്തു തന്നെ. ഞാൻ ഈ ശവശരീരം ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ. എന്റെ അപേക്ഷ ഇൻസ്പെക്ടർ അനുവദിച്ചു. ഞാൻ ശരീരം പലതവണ പരിശോധിച്ചിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു, സർ, ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രയോജനം ചെയ്തേക്കും. പിന്നിൽ നിന്നും വലത് കൈ ഉപയോഗിച്ചാണ് കുത്തിയിരിക്കുന്നത്. കുത്തേറ്റയുടൻ അക്രോയിഡ് മരിക്കുകയും ചെയ്തു. കുത്തേറ്റത് തികച്ചും അപ്രതീക്ഷിതമായ സമയത്തായിരുന്നുവെന്ന് ഈ ശരീരത്തിന് മുഖം കണ്ടാലറിയാം. കുത്തിയത് ആരാണെന്ന് തിരിച്ചറിയും മുൻപ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. കുശിനിക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. പൂച്ചയെപ്പോലെ നിശബ്ദമായി നടക്കാൻ ഇക്കൂട്ടർക്ക് അനായാസന കഴിയും. ഈ കേസിൽ ഇനി കൂടുതലായിട്ടൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ഈ കത്തിയുടെ പിടിയിലേക്ക് നോക്കി. ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാൻ കുനിഞ്ഞ് കത്തിയുടെ പിടിയിലേക്ക് നോക്കി. നിങ്ങൾക്കത് കാണാനാവുന്നില്ലായിരിക്കാം, എന്നാൽ എനിക്കത് വ്യക്തമായിട്ട് കാണാനാവും. എന്നിട്ട് അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു, വിരലടയാളം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ 2-3 അടി പിന്നിലേക്ക് നീങ്ങി നിന്ന് വീണ്ടും അങ്ങോട്ട് നോക്കി. ഞാനും അത് ഊഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ തീരെ പിന്നിലാണെന്ന വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. കുറ്റാന്വേഷണ കഥകളും പത്രങ്ങളും ഞാൻ മുടങ്ങാതെ വായിക്കാറുണ്ട്. അത്ര ബുദ്ധിമാനല്ലെങ്കിലും ഒരു ശരാശരിക്കാരനാണ് ഞാൻ അക്കാര്യത്തിൽ. അയാളുടെ കണ്ടെത്തലിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും പ്രകടിപ്പിക്കാതിരുന്നത് അയാളെ നിരാശപ്പെടുത്തിയതായി തോന്നി. പിച്ചാത്തി ഇട്ടുവെച്ചിരുന്ന കളിമൺ പാത്രവുമായി അയാൾ എന്നെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ഈ കത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ റെയ്മണ്ടിന് അറിയാമോ എന്ന് ചോദിക്കാം, അയാൾ പറഞ്ഞു. അയാൾ വാതിൽ പൂട്ടി ഞങ്ങൾ നേരെ ബില്യാർഡ് റൂമിലേക്ക് നടന്നു. റെയ്മണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ കത്തിയെടുത്ത് റെയ്മണ്ടിനെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ കത്തി താങ്കൾ മുൻപ് എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഓ, ഇത് കണ്ടിട്ടുണ്ട്. മിസ്റ്റർ അക്രോയിഡിന് മേജർ ബ്ലെൻഡ് സമ്മാനിച്ചതാണിത്. ക്യുറിയോ ഇനത്തിൽപ്പെട്ട കടാരിയാണിത്. ഇത് മൊറോക്കോ അല്ലല്ല, ടുണീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ക്രൂരത ചെയ്തത് ഈ കത്തി കൊണ്ട് തന്നെയാണല്ലേ? ഹോ, തികച്ചും അസാധാരണം തന്നെ. ഇത്തരമൊരു കത്തി ഇനി ഉണ്ടാക്കാൻ സാധ്യത തീരെ കുറവാണ്. ഞാൻ പോയി ബ്ലെൻഡിനെ വിളിച്ചുകൊണ്ട് വരാം. മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ റെയ്മണ്ട് അവിടെ നിന്നും തിടുക്കത്തിൽ കടന്നുപോയി. അയാൾ നല്ല പ്രസരിപ്പുള്ള ഒരു യുവാവാണ്. മാത്രവുമല്ല സത്യസന്ധനും നല്ലവനുമാണ്, ഇൻസ്പെക്ടർ അഭിപ്രായപ്പെട്ടു. ഇൻസ്പെക്ടറുടെ ആ നിരീക്ഷണത്തോട് ഞാനും യോജിച്ചു. ഏകദേശം 2 കൊല്ലം മുമ്പാണ് റെയ്മണ്ട് അക്രോയിഡിന്റെ സെക്രട്ടറിയായി എത്തിയത്. ഇക്കാലത്തിനിടയ്ക്ക് അയാൾ ഒരിക്കൽ പോലും ദേഷ്യപ്പെടുകയോ നിയന്ത്രണം വിട്ട് പെരുമാറുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. തന്റെ ജോലിയുടെ കാര്യത്തിലും അയാൾ പ്രഗത്ഭനായിരുന്നു. ഏതാണ്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ റെയ്മണ്ട് മേജറുമായി എത്തി. ഞാൻ പറഞ്ഞത് ശരിയാണ്, അത് ടുണീഷ്യൻ കത്തി തന്നെയാണ്, റെയ്മണ്ട് വിളിച്ചു പറഞ്ഞു. മേജർ ബ്ലെൻഡ് ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ലേ? ഇൻസ്പെക്ടർ മേജറുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ സ്റ്റഡി റൂമിൽ വെച്ച് തന്നെ ഇത് ശ്രദ്ധിച്ചിരുന്നു, ബ്ലെൻഡ് നിർവികാരമായി തണുപ്പൻ മട്ടിൽ മറുപടി പറഞ്ഞു. അപ്പോൾ താങ്കൾ ഈ കത്തി തിരിച്ചറിഞ്ഞിരുന്നു അല്ലേ? ബ്ലെൻഡ് മറുപടി പറയാതെ തലയാട്ടി. പിന്നെ എന്തുകൊണ്ടാണ് അക്കാര്യം ഇതുവരെയും എന്നോട് പറയാതിരുന്നത്? ഇൻസ്പെക്ടർ സംശയഭാവത്തിലാണ് മേജറോട് അങ്ങനെ ചോദിച്ചത്. അക്കാര്യം പറയാൻ പറ്റിയ സന്ദർഭമായിരുന്നില്ലല്ലോ. അനവസരത്തിൽ അഭിപ്രായം പറയുന്നത് പലമാതിരി കുഴപ്പങ്ങൾക്കും ഇടയാക്കും, ബ്ലെൻഡ് മറുപടി പറഞ്ഞു. ബ്ലെൻഡ് ഇൻസ്പെക്ടറുടെ നേരെ തികച്ചും ഗൗരവത്തോടെയാണ് നോക്കിയത്. ഇൻസ്പെക്ടർ കത്തി കൊണ്ടുവന്ന് ബ്ലെൻഡിനെ കാണിച്ചു കൊടുത്തു. സർ, താങ്കൾക്ക് ഉറപ്പായും പറയാനാകുമോ ഇത് താങ്കൾ നൽകിയ കത്തി തന്നെയാണെന്ന്? തീർച്ചയായും, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ കത്തി സാധാരണയായി അക്രോയിഡ് എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് റെയ്മണ്ടാണ്. ഇത് സൂക്ഷിക്കുന്നത് ഡ്രോയിങ് റൂമിലെ വെള്ളിമേശയിലാണ്. എവിടെയാണെന്നാണ് പറഞ്ഞത്? ഞാൻ സംശയഭാവത്തിൽ ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെ തിരിഞ്ഞു. എന്താണ് ഡോക്ടർ, താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇൻസ്പെക്ടർ ചോദിച്ചു. അത് മറ്റൊന്നുമല്ല, അക്രോയിഡിന്റെ ക്ഷണപ്രകാരം ഞാൻ രാത്രിയിൽ അത്താഴം കഴിക്കാനായി ഇവിടെ എത്തിയ സമയത്ത് ഡ്രോയിങ് റൂമിലെ വെള്ളിമേശയുടെ മൂടി ആരോ വലിച്ചടയ്ക്കുന്നതിന്റെ ശബ്ദം കേട്ടിരുന്നതായി ഓർമ്മിക്കുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടറുടെ മുഖത്ത് സംശയത്തിന്റെയും ആശങ്കയുടെയും വിവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ആ ശബ്ദം വെള്ളിമേശയുടെ വലിപ്പ് തുറന്നടച്ചതിന്റെ തന്നെയാണെന്ന് താങ്കൾക്ക് കൃത്യമായും ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ അപ്പോൾ നടന്നതെല്ലാം ഇൻസ്പെക്ടറോട് പറഞ്ഞു. അദ്ദേഹം അതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ മേശ തുറന്നു നോക്കുമ്പോൾ ഈ കത്തി അതിൽ ഉണ്ടായിരുന്നു? അക്കാര്യം ഉറപ്പിച്ച് പറയാൻ എനിക്കാവുന്നില്ല.
ഒരുപക്ഷെ ഈ കത്തി ആ മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീട്ടുവേലക്കാരി റസലിനോട് ഇക്കാര്യം അന്വേഷിച്ചു നോക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ മുറിയിലെ ബെല്ലമർത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ മിസ് റസൽ പാർക്കർ നിന്നിരുന്നതിന് സമീപമെത്തി. ഇൻസ്പെക്ടറുടെ ചോദ്യത്തിന് താൻ മേശയ്ക്കടുത്തേക്ക് പോയിട്ടില്ലെന്ന് റസൽ മറുപടി പറഞ്ഞു. എന്നിട്ട് അവൾ തുടർന്നു, മുറിയിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന പൂക്കൾ പുതിയത് തന്നെയാണോ എന്ന് നോക്കാനാണ് ഞാൻ ഡ്രോയിങ് റൂമിലേക്ക് പോയത്. ഞാൻ ചെന്നപ്പോൾ മേശ തുറന്നു കിടന്നിരുന്നതിനാൽ അപ്പോൾ തന്നെ ഞാനത് അടയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ കടാരി ആ ടേബിളിനകത്ത് തന്നെ ഉണ്ടായിരുന്നോ? അക്കാര്യം ഉറപ്പിച്ചു പറയാനാകുമോ? അവൾ ആ കടാരിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. ഞാൻ മേശയ്ക്കകത്തേക്ക് കൂടുതൽ നോക്കിയില്ല. അത്താഴത്തിന് സമയമായതിനാൽ ഞാൻ തിടുക്കപ്പെട്ട് തിരിച്ചു പോന്നു. ആ ശരി ശരി, ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി, ഇൻസ്പെക്ടർ പറഞ്ഞു. അയാളുടെ മുഖഭാവത്തിൽ നിന്നും ഇനിയും കൂടുതലായി അവളോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. എന്നാൽ തനിക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം കിട്ടിയതുപോലെ അവൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഹോ, ഒരു വല്ലാത്ത പ്രകൃതക്കാരി തന്നെ, ഇൻസ്പെക്ടർ പറഞ്ഞു. അദ്ദേഹം ഡോക്ടറെ നേരെ തിരിഞ്ഞു. വെള്ളിമേശ ജനാലയ്ക്ക് സമീപമാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർക്ക് പകരം റെയ്മണ്ടാണ് മറുപടി പറഞ്ഞത്. അതെ സാർ, റൂമിന്റെ ഇടതുവശത്തുള്ള ജനാലയ്ക്കടുത്താണ്. ജനാല തുറന്നാണോ കിടന്നിരുന്നത്? അതെ, 2 കതകുകളും തുറന്നാണ് കിടന്നിരുന്നത്. അത് വിട്ടേക്കുക. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട. ആരോ ആ കത്തി മേശയിൽ നിന്നും എടുത്തിരിക്കുന്നു. അതാരാണ് എടുത്തതെന്ന് മറ്റാരും കണ്ടിട്ടില്ല. ശരി ശരി, ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രധാന കോൺസ്റ്റബിളുമായി എത്താം. അതുവരേക്കും ആ മുറിയുടെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കേണൽ മെൽറോസ് എത്തുമ്പോൾ എല്ലാ വസ്തുക്കളും അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കണം. അയാൾ അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയതാണ്. രാത്രിയിൽ അയാൾ അവിടെ തന്നെ തങ്ങിയേക്കും. ഇൻസ്പെക്ടർ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കടാരി കിടന്നിരുന്ന പാത്രം കയ്യിലെടുത്തു. ഇത് പൊതിഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. മറ്റെല്ലാ തെളിവുകളും നാം അവഗണിച്ചാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്പനേരത്തിന് ശേഷം ഞാനും റെയ്മണ്ടും കൂടി ബില്യാർഡ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. റെയ്മണ്ടിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. റെയ്മണ്ട് എൻ്റെ കൈ പിടിച്ചൊന്ന് ഞെക്കി. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച ഭാഗത്തേക്ക് ഞാൻ നടന്നു. ഈ സമയത്ത് ഇൻസ്പെക്ടർ ഡേവിസ് ഒരു ചെറിയ പോക്കറ്റ് ഡയറിയുടെ കാര്യം പാർക്കറോട് ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ഇൻസ്പെക്ടർക്ക് സംശയം പാർക്കറെയാണ് അല്ലേ? റെയ്മണ്ട് എന്നോട് ചോദിച്ചു. അദ്ദേഹം തുടർന്നു, നമ്മുടെ വിരലടയാളങ്ങളും അദ്ദേഹത്തിന് നൽകിയാലോ? റെയ്മണ്ട് ചീട്ടുകൾ സൂക്ഷിക്കുന്ന ട്രേയിൽ നിന്നും 2 ചീട്ടുകളെടുത്ത് സിൽക്ക് തുവാല കൊണ്ട് തുടച്ചു. എന്നിട്ട് ഒരെണ്ണം എൻ്റെ കയ്യിൽ തന്നു. രണ്ടാമത്തേത് റെയ്മണ്ട് തന്നെ കയ്യിൽ വെച്ചു. തുടർന്ന് പരിഹാസ്യമായ ഒരു നോട്ടത്തോടെ ആ 2 ചീട്ടുകളും അദ്ദേഹം ഡേവിസിന്റെ കയ്യിലേക്ക് കൊടുത്തു. സൊവനീർ നമ്പർ 1 ഡോക്ടർ ഷെപ്പേഡിൻ്റെതാണ്. നമ്പർ 2 എൻ്റെയും. ഒരെണ്ണം മേജർ ബ്ലിൻഡിൻ്റെ വകയെ രാവിലെ എത്തിക്കും. റെയ്മണ്ട് ഇപ്പോഴും എത്രമാത്രം ഉന്മേഷവാനാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിന് യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല. തന്റെ യജമാനന്റെ കൊലപാതകം പോലും അയാളിൽ ഒരു ചാഞ്ചല്യവും ഉണ്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ റെയ്മണ്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇത്ര പ്രസരിപ്പോടെ പെരുമാറാൻ എനിക്കാകുമായിരുന്നില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ നേരം നന്നായി ഇരുട്ടിയിരുന്നു. കരോലിന് ഉറക്കമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവൾ എനിക്കുള്ള കൊക്കോയും തിളപ്പിച്ചുകൊണ്ട് എൻ്റെ വരവും പ്രതീക്ഷിച്ച് ഉണർന്നിരിക്കുകയായിരുന്നു. ഞാൻ കൊക്കോ കുടിക്കുന്നതിനിടയിൽ അന്ന് നടന്ന സകലമാന സംഭവങ്ങളും വള്ളി വിടാതെ അവൾ ചോദിച്ചറിഞ്ഞു. കൊലപാതകത്തിന്റെ കഥകളെല്ലാം അവളോട് ഞാൻ വിസ്തരിച്ച് പറഞ്ഞെങ്കിലും ഒരു കാര്യം മാത്രം മനഃപൂർവ്വം പറഞ്ഞില്ല. ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ കാര്യം ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചു. കിടക്കാനായി പോകുന്നതിന് മുൻപ് ഞാൻ അവളോട് പറഞ്ഞു, പോലീസ് സംശയിക്കുന്നത് പാർക്കറെയാണ്. അയാളാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. പാർക്കറോ? അവൾ അമ്പരപ്പോടെ നെറ്റിച്ചുളിച്ചു. തേങ്ങാക്കൊല. എനിക്ക് തോന്നുന്നു ആ ഇൻസ്പെക്ടർ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. പാർക്കറാണത്രേ. ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങാനായി പോയി. അവളും അവളുടെ മുറിയിലേക്ക് പോയി.